ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. കെ.പി. ഗണേഷ് കുമാറിനെതിരെ വിമർശനവുമായി കൊട്ടാരക്കര NSS താലൂക്ക് യൂണിയൻ. NSSനെ നശിപ്പിക്കാമെന്ന ഗണേഷ് കുമാറിന്റെ ധാരണ വിഡ്ഢികളുടെ സ്വർഗത്തിലിരുന്നാണെന്ന് യൂണിയൻ പാസാക്കിയ പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. സംസ്കാരശൂന്യമായ കുടുംബ പശ്ചാത്തലത്തിനുടമയാണ് ഗണേഷ്. NSS നിന്ന് പുറത്തുപോകാൻ ഗണേഷ് കുമാർ തയ്യാറാകണമെന്നും താലൂക്ക് യൂണിയൻ ആവശ്യപ്പെടുകയാണ്. AV ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, എന്താണ് പ്രമേയത്തിൽ പറയുന്ന കാര്യം? അതായത് വിനീത, ഇന്ന് ചേർന്ന NSSന്റെ യൂണിയൻ യോഗത്തിലാണ് കെ.പി. ഗണേഷ് കുമാറിനെതിരെ പ്രമേയം ഉണ്ടാക്കിയിരിക്കുന്നത്. NSSന്റെ തലപ്പത്തിരുന്നുകൊണ്ട് മറ്റൊരു മതത്തിൽ ഗണേഷ് കുമാർ വിശ്വസിച്ചു. സനാതന ധർമ്മത്തെ അവഗണിച്ച് മറ്റൊരു മതത്തിൽ ആരാധന നടത്തി. ഗണേഷ് കുമാർ NSSൽ നിന്ന് പോയത് ദൈവികം എന്നാണ് ഈ പ്രമേയത്തിൽ അവർ പറയുന്നത്. സംഘടനയെ നശിപ്പിക്കാമെന്ന കെ.പി. ഗണേഷ് കുമാറിന്റെ ധാരണ വിഡ്ഢികളുടെ സ്വർഗത്തിലിരുന്ന് എന്നാണ് ആ പ്രമേയത്തിൽ പറയുന്നത്. ഗണേഷ് കുമാർ സംസ്കാരശൂന്യമായ കുടുംബ പശ്ചാത്തലമുള്ള എന്നൊരു പരാമർശവും ഇതിലുണ്ട്. അത് ഏത് തലത്തിലാണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തം. എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ NSSൽ നിന്ന് പുറത്തു പോകാൻ കെ.പി. ഗണേഷ് കുമാർ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ ഗണേഷ് കുമാറിനെതിരെ പ്രമേയം പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ സുകുമാരൻ നായർ ഉൾപ്പെടെ വിമർശിച്ച ഘട്ടത്തിലാണ് താലൂക്ക് യൂണിയൻ ഗണേഷ് കുമാറിനെതിരെ വാർത്താക്കുറിപ്പുമായി രംഗത്ത് വരികയും ഇന്ന് അടിയന്തര യോഗം ചേരുകയും ചെയ്തു. ആ യോഗത്തിലാണ് ഇപ്പോൾ എന്തായാലും ഗണേഷ് കുമാറിനെതിരെ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. കൂടുതൽ ഇത്തരത്തിൽ പത്തനാപുരം കേന്ദ്രീകരിച്ചാണ് പത്തനാപുരം യൂണിയൻ ഉൾപ്പെടെ ഗണേഷ് കുമാറിനെതിരെ പ്രമേയവുമായും അല്ലെങ്കിൽ പ്രതിഷേധവുമായൊക്കെ രംഗത്ത് വരാനുള്ള സാധ്യത ഇനി തള്ളിക്കളയാനാകില്ല. നേരത്തെ തന്നെ പ്രാദേശികമായി കൊട്ടാരക്കര മേഖലയിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ സുകുമാരൻ നായർക്കെതിരെ പറഞ്ഞതിനെതിരെ ഒരു വലിയ വിമർശനം ഒക്കെ തന്നെ ഉയർന്നിരുന്നു. അത് ഇനിയും തുടരാനാണ് സാധ്യത. പക്ഷെ അപ്പോൾ പോലും ഗണേഷ് കുമാർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇതുവരെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പറഞ്ഞ ഒരു വാക്കിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ.പി. ഗണേഷ് കുമാർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഗണേഷ് കുമാർ വരും ദിവസങ്ങളിലും പോര് തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഗണേഷിനെതിരെ പ്രമേയം പാസാക്കിയിരിക്കുന്നു കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ. ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.